ഹായ്. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ 3C വേണമെന്നാണ് പറഞ്ഞത്. അതിന് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു. അതിൽ ഒന്നാമത്തെ C ക്ലാരിറ്റി, രണ്ടാമത്തേത് കൺസിസ്റ്റൻസി, മൂന്നാമത്തേത് കമ്മിറ്റ്മെന്റ്. ഞാൻ ഈ ഒരു വിഷയത്തില് അല്പം വലിയൊരു വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 10-15 മിനിറ്റ് ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഇത് പരിപൂർണമായും കേട്ടിരുന്ന് അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം തുടരുക എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതുപോലെയുള്ള വിഷയങ്ങള് തുടർന്ന് കേൾക്കാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. താല്പര്യമുള്ളവർക്ക് മാത്രം. അതാണ് അതിന്റെ ശരി. ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കൊരു വീട് കെട്ടിയാൽ, 1 കോടി രൂപയ്ക്ക് ഒരു വീടുണ്ടാക്കി ആ വീട് കെട്ടിയിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ തമ്മിൽ വലിയ ചേർച്ചയൊന്നും ഇല്ലെങ്കിൽ ഈ വീട് കെട്ടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഓർമ്മിക്കുക, ഇത് നമ്മളുടെയാണ് ജീവിതം. ഈ വലിയ കൊട്ടാരത്തെ നമ്മളുടെ ജീവിതവുമായിട്ട് നമുക്ക് ഉപമിക്കണം. കാരണം നമ്മളുടെ അച്ഛനും അമ്മയും ഒരുപാട് ശ്രദ്ധിച്ചാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. അമ്മയുടെ വയറ്റിൽ 10 മാസം കിടന്ന സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം തന്നാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വേണമെന്ന് ആഗ്രഹിച്ച നിമിഷം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വളർത്തി പ്രാപ്തിയാക്കി ജോലി വാങ്ങിത്തന്ന് നമ്മളുടെ വിവാഹം കഴിപ്പിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവരെ നോക്കി അച്ഛനമ്മമാരോട് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ എങ്ങനെയൊക്കെ കമ്മിറ്റഡ് ആകാം, അതിനെന്തൊക്കെ ക്ലാരിറ്റിയാണ് ഉണ്ടാവേണ്ടത്, എങ്ങനെ കൺസിസ്റ്റന്റ് ആയി നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കാം. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നോക്കാം. ആദ്യം, ഒരു വീട് വെക്കണമെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലാണോ, പങ്കാളിയുടെ നാട്ടിലാണോ, അതോ ഇവിടെ രണ്ടിടത്തും അല്ലാതെ വേറൊരിടത്താണ് വീട് വെക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. സ്വയം തീരുമാനിക്കണം. പങ്കാളിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കണം. അതല്ല, രണ്ടാൾക്കും ജോലിയുള്ള സ്ഥലത്ത് ആവാം നിങ്ങൾ വെക്കേണ്ട വീട്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതെല്ലാം തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണമെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണ ഉത്തരവാദിത്വം നമ്മളെന്ന് പറഞ്ഞ വ്യക്തിക്കാണ്, മൂന്നാമതൊരാൾക്കല്ല. അതാലോചിക്കുക. ഇപ്പൊ ഒരാള് തന്നെ ഒരു വീട് കെട്ടുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അത് നമ്മളുടെ ജീവിതമെന്ന വീടാണ്. ഞാൻ കെട്ടുന്നത് എന്റെ ജീവിതമെന്ന് പറഞ്ഞ വീടാണ്. ആ വീട്ടില് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, ആ വീട്ടില് പാല് കാച്ചി താമസിക്കുന്ന സമയത്ത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. അതെന്റെ സ്വപ്നമായിരിക്കണം, അതെന്റെ ഗോളായിരിക്കണം. ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്റെ ജീവിതം സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിന്റെ 100% ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കണം. ആ കമ്മിറ്റ്മെന്റ് ഉള്ളിലേക്ക് എടുക്കുന്ന നിമിഷമാണ് നമുക്ക് നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം, അതായത് നമ്മുടെ ജീവിതമാകുന്ന വീട് എങ്ങനെയായിരിക്കണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവുക. എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാ ഒരു വീട് തയ്യാറാക്കുന്നത്, ഒരു വീട് കെട്ടുന്നത് എങ്ങനെയാ. ആദ്യം സ്ഥലം പോയി കാണും. ഇത്ര രൂപയാണ് എന്റെ ബജറ്റ്. ആ ബജറ്റിൽ ഒതുങ്ങുന്ന സ്ഥലം നമ്മൾ വാങ്ങും. അല്ലെങ്കിൽ ചിലർക്ക് സ്ഥലം ഉണ്ടായിരിക്കാം. അടുത്ത എന്താ ചെയ്യുക, സ്ഥലം നോക്കിയിട്ട് വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണോ എന്ന് ചെക്ക് ചെയ്ത്, ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് കരാറ് കൊടുക്കും, ആധാരം എഴുതും. എന്നിട്ട് നമ്മൾ ആ വസ്തു നമ്മളുടെ കൈക്കലാക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഒരു ആർക്കിടെക്റ്റിനെ കണ്ട് പ്ലാൻ വരപ്പിക്കും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കണ്ട് പ്ലാൻ വരപ്പിക്കും. ഇനി വാസ്തു നോക്കുന്നവരാണെ അത് പോയി നോക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലാണ്. എത്ര മുറി വേണം, ആ മുറിക്ക് എത്ര വിസ്തീർണം ഉണ്ടായിരിക്കണം, ഇങ്ങേയറ്റം ആ കെട്ടിടത്തിൽ അടിക്കുന്ന പെയിന്റ് എങ്ങനെയായിരിക്കണം, ആ ഓരോ റൂമിലെയും ലൈറ്റ് എങ്ങനെയായിരിക്കണം, വീട്ടിലിടുന്ന സെറ്റി എങ്ങനെയായിരിക്കണം, ഓരോ ഫ്ലവർ പോട്ടിലും വെക്കുന്ന ചെടികൾ ഏതായിരിക്കണമെന്ന് വരെ നിങ്ങൾക്കേ അറിയൂ, മറ്റൊരാൾക്ക് അറിയില്ല. നിങ്ങളുടെ പ്ലാനിൽ വരയ്ക്കുന്ന ആ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങൾ എവിടെയെല്ലാം പൊസിഷൻ ചെയ്യണമെന്ന പരിപൂർണ ചിന്ത നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ പല അഭിപ്രായങ്ങളും പറയും. ഈ പറയുന്നതെല്ലാം അവരുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായമല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരിപൂർണ അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ, നമ്മളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് അയൽക്കാർക്കോ മറ്റു ബന്ധുക്കൾക്കോ നമ്മുടെ അച്ഛനമ്മമാർക്കോ വീട്ടുകാർക്കോ സമൂഹത്തിനോ ഗുണകരമല്ലാത്തത് ആകാനും പാടില്ല. നമ്മളുടെ ഡ്രെയിനേജ് വെക്കുക അടുത്ത വീട്ടിലെ പറമ്പിലേക്കാ വെക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? വേസ്റ്റ് എല്ലാം കൂടി അങ്ങോട്ട് പോകും. അത് ഗുണകരമാകുമോ? ഇതുപോലെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്. നമ്മളുടെ ചിന്തകള് നമ്മളുടെ വാക്കായി മാറുന്നു, നമ്മളുടെ വാക്കുകള് നമ്മളുടെ പ്രവൃത്തിയായി മാറുന്നു. നമ്മുടെ പ്രവൃത്തി ലോങ് ടേമിൽ സമൂഹത്തിൽ ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ദോഷകരമായ ഒരു കാര്യവും നമ്മളുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് താഴെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. ഇങ്ങനെയല്ലേ ശരിക്കും ഒരു വീടുണ്ടാക്കേണ്ടത്, നമ്മളുടെ ജീവിതമാകുന്ന വീട്? ഇനി ക്ലിയർ ആയിട്ടില്ല എങ്കിൽ സംശയം എഴുതി ചോദിക്കണം. തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമ്മൾ വീടിന്റെ പ്ലാൻ വരച്ചു. അതില് നമ്മളുടെ ആഗ്രഹങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തേതായിരിക്കും നമ്മൾ വരച്ചു വെക്കുക. പക്ഷെ നമുക്ക് പണിയാൻ വന്നയൊരു മേസ്തിരി നമ്മൾ പറഞ്ഞതുപോലെയല്ല പണിതത്, പക്ഷെ പണം മേടിക്കുകയും ചെയ്തു. താങ്ങാനാവോ? സങ്കടം വരും. സ്ലോപ്പിട്ട് തറ വാർക്കാൻ പറഞ്ഞു. വെള്ളം ഒഴിച്ചാല് അടുത്ത മുറിയിൽ പോകുന്ന രീതിയിലാ വാർത്തതെങ്കിലോ നമുക്കെന്നും അതൊരു കുരിശായിട്ട് മാറുമല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിനുണ്ടാക്കുന്ന ബ്ലൂ പ്രിന്റുകളിൽ തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആഴത്തിൽ ശാന്തമായി ചിന്തിച്ചിട്ട് വേണം നമ്മളുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ. ക്ലിയർ ആയല്ലോ? അതായത് നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമ്മൾ കുത്തിയിരുന്ന് എഴുതുക. അതിൽ വെട്ടും തിരുത്തലുകളും വേണമെങ്കിൽ നമ്മൾ ആലോചിച്ച് ശാന്തമായി ഇരുന്ന് വേണ്ടാത്തതിനെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിൽ വേണ്ട 10 മാറ്റിനെ മാത്രം നമ്മളുടെ ബ്ലൂ പ്രിന്റിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അതിജീവന പാഠം. അതിനുള്ള പ്രാക്ടീസാണ് നിരന്തരം ചെയ്യുന്ന മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സ് ശാന്തമാകാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിന്ന് പ്രകൃതിയിൽ കുറച്ചു നേരം ചെലവഴിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സ് ശാന്തമാകാൻ വേറൊരു കാര്യവും വേണ്ട. അതുപോലെ തന്നെ മണ്ഡല വരയ്ക്കുന്നയാളിന് മനസ്സ് ശാന്തമാകാൻ വേറെ ഒരു കാര്യവും വേണ്ട. ഈ പ്രാക്ടീസൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ശാന്തമായ മനസ്സോടെ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ചിന്തകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പറയുന്ന കാര്യങ്ങള് കുഞ്ഞുങ്ങൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മണ്ഡല പ്രാക്ടീസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതം അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഇന്നത്തെ ഈ നിമിഷത്തെ അടുത്ത നിമിഷം നോക്കിയാൽ തിരിച്ചു പിടിച്ചോണ്ട് വരാൻ പറ്റില്ല. നാളെ നോക്കിയാൽ തിരിച്ചു പിടിച്ചോണ്ട് വരാൻ പറ്റില്ല.
ഓരോ നിമിഷങ്ങളും നമുക്ക് ഓരോ മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് തിരശീല വീഴാൻ ഇനി ഇത്രയും കാലം മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഒരു ജീവിത പദ്ധതിയുമായിട്ടാണ്, ഒരു ഡിവൈൻ ലൈഫ് പർപ്പസുമായിട്ടാണ്. ഇവിടെ എന്തൊക്കെയോ നമുക്ക് ചെയ്യുവാനുണ്ട്. ആ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മുടെ ഉള്ളിലാ ഉള്ളത്. ആ ഒരു കാര്യം നമുക്ക് വെളിയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കണം. എന്നിട്ട് ആ കാര്യം നമ്മളുടെ ഈ ബ്ലൂ പ്രിന്റിൽ എഴുതി ചേർക്കണം. നമ്മൾ തന്നെ ശാന്തമായിട്ടിരുന്നാലേ അത് സാധിക്കുള്ളൂ. അങ്ങനെ നമുക്ക് എഴുതി ചേർക്കാനായിട്ട് സാധിച്ചാൽ നമ്മളുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത് പറയാൻ എളുപ്പമാണ്, പരിശീലിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം, എല്ലാ ദിവസവും ജേർണൽ എഴുതണം, എല്ലാ ദിവസവും അവനവന്റെ ഉള്ളിലേക്കൊന്ന് നോക്കണം, സ്വന്തമായി ചിന്തിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ആ വലിയ കൊട്ടാരം കെട്ടണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരു വലിയ വജ്രം കൊണ്ടുള്ള ഒരു ലൈറ്റ് പ്രദർശിപ്പിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലായിരിക്കണം ആ വജ്രത്തിന്റെ പ്രഭ ആദ്യം ഉണ്ടാവേണ്ടത്. അതായത് നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ ഒരു ജീവനും കൊണ്ടാ വന്നത്, ഒരു വെളിച്ചവും കൊണ്ടാ വന്നത്. നമ്മളുടെ അമ്മയുടെ അണ്ഡത്തിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് പാർട്ടിക്കിൾസിന്റെ ആ വെളിച്ചം കണ്ടുകൊണ്ടാണ് ബീജം നമ്മുടെ അമ്മയുടെ ശരീരത്തിലേക്ക് എത്തിയത്. അത്രയും സൂക്ഷ്മമാണ് ഇവിടെ ഈ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാതെ ബോധപൂർവം ചിന്തിക്കാതെ എങ്ങനോ എന്തിനോ ഒക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ തളർന്നു പോകും. വൈകുന്നേരം ആകുമ്പോ എന്നും ടെൻഷനെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ ടെൻഷനെ പരിപൂർണമായി മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ ലൈഫിനെ വരുന്ന രീതിയിൽ സന്തോഷത്തോടെ ആസ്വദിക്കുവാനും സ്വീകരിക്കുവാനും മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ തന്നെ വിചാരിക്കണം, എന്റെ ജീവിതം എന്റേതു മാത്രമാണ്. എന്നോടൊപ്പം വന്ന മറ്റുള്ള സഹോദരങ്ങളോ അച്ഛനമ്മമാരോ കൂട്ടുകാരോ ആരും എന്റെ ജീവിതമല്ല ജീവിക്കുന്നത്. എന്റെ ജീവിതം ജീവിക്കേണ്ടതും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അനുഭവിക്കേണ്ടതും ഞാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ അതിജീവനം പഠിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇത് വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന്. ഒരു പ്രശ്നവും ഇല്ല. ഇതിനൊരേ ഒരു കാര്യം ചെയ്താൽ മതി. ജീവിതം ആസ്വദിക്കാൻ പഠിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ കിടക്കുന്ന നിമിഷം വരെ ഒരൊറ്റ ദിവസത്തെ മാത്രം നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരിക. ഒരേ ഒരു ദിവസം ഇന്നലെ വിട്ടേക്ക. ഇനി അവിടെ നിന്ന് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിലെടുത്തോ. അതിൽ നിന്നും നമുക്ക് അടുത്ത അബദ്ധം പറ്റാതിരിക്കാൻ നമുക്കത് സഹായിക്കും. ഇനി ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ വേദനിക്കുകയും വേണ്ട. കാരണം ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു അതാണ് നമ്മളുടെ ഭാവിയുടെ ആദ്യത്തെ ആണിക്കല്ല്. അതാണ് നമ്മളുടെ ജീവിതമാകുന്ന ഈ കൊട്ടാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ ബേസ്മെന്റ് അവിടെ ഉറപ്പിക്കുക. ഓരോ ദിവസവും ഓരോ സ്റ്റോൺ വീതം അല്ലെങ്കിൽ ഓരോ ഇഷ്ടിക വീതം എടുത്തു വെച്ച് നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കി കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഇഷ്ടിക എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ളത്. അതെന്തായിരിക്കും? ചിലപ്പോൾ ശാന്തമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവായിരിക്കും. ചിലപ്പോൾ ഇന്നൊരു പ്രശ്നം വന്നിട്ടും ഞാൻ പാനിക്കാകാതെ ടെൻഷൻ അടിക്കാതെ ഇരുന്നതായിരിക്കും. അതും എന്റെ സക്സസ്സാ. ഇത് എഴുതണം ഒരു നോട്ട്ബുക്കിലേക്ക്. ഇന്നത്തെ എന്റെ നേട്ടപ്പട്ടിക. എന്റെ നേട്ടപ്പട്ടികയിൽ ഇന്ന് ഞാൻ കുറിക്കുന്നത്, ഇന്ന് ഇന്ന പ്രശ്നം എന്റെ ഓഫീസിൽ ഉണ്ടായിട്ടും എനിക്കിന്ന് ശാന്തമായി
അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിന് പരിഹാരം കാണാനും സാധിച്ചു. നന്ദി. ഇത്രമാത്രം എഴുതിയാൽ മതി. നിങ്ങളുടെ ഓരോ നേട്ടങ്ങൾക്കും നിങ്ങൾ നന്ദി എഴുതും തോറും നിങ്ങളുടെ ലൈഫ് പരിപൂർണമായി മാറിക്കൊണ്ടേയിരിക്കും. ആ വലിയ കൊട്ടാരം കെട്ടാനുള്ള ബേസ്മെന്റ് സ്റ്റെപ്പുകളായിരിക്കും അവിടെ നിങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവുക. വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമന്റ് എഴുതണേ. ഇതുപോലെ ഒരു 15 മിനിറ്റിന്റെ ലോങ് വീഡിയോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നിത്യേനയുള്ള പ്രാക്ടീസിലേക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റിൽ. അത് നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചിട്ട് വേണം പോകാൻ. ഇനി വരുമ്പോ ജീവിക്കാമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ നമ്മുടെ ജീവിതത്തിന്. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.